അർത്ഥകാമ പുരുഷാർത്ഥങ്ങൾ കഴിഞ്ഞ് ധർമ്മം. ഈ ധർമ്മം എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അദൃഷ്ടമായ പുണ്യം എന്ന് പറയാം, ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ധർമ്മം എന്ന് പറയാം. ഏതൊരു വസ്തുവിനെയോ വ്യക്തിനെയോ അതിൻ്റെതായ തനതായ സ്വരൂപം എന്താണ്, അതിന് ധർമ്മം എന്ന് പറയാം. കർത്തവ്യ കർമ്മങ്ങളെ ധർമ്മം എന്ന് പറയാം. എന്താണോ ശരി അതിന് നമ്മൾ ധർമ്മം എന്ന് പറയാം. മൂല്യങ്ങളെ ധർമ്മം എന്ന് പറയാം. അപ്പം ഇത്ര വിശാലമായിട്ടുള്ള അർത്ഥമാണല്ലേ നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ. വരുന്ന ആ ധർമ്മത്തിനാണ് ഇത്രയും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവയുടെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവത് പ്രീതിയായിരിക്കണം. അപ്പോൾ മഹാത്മാക്കൾ എപ്പോഴും പറയുന്ന ഉദാഹരണം, ദക്ഷ മഹാരാജാവ് യാഗം നടത്തി, പക്ഷേ ആ യാഗം യുദ്ധമായി മാറി. അർജുനൻ യുദ്ധമാണ് ചെയ്തത്, പക്ഷെ ആ യുദ്ധം എന്തായി മാറി? യജ്ഞമായി മാറി. അപ്പോൾ രണ്ടിനും പിന്നിലുള്ള ഭാവം എന്താണ്? അതാണ് പ്രധാനം. എന്താണ് ഭാവം? ഭഗവത് പ്രീതി ആയിരിക്കണം ഭാവം. ദക്ഷൻ യാഗം നടത്തിയപ്പോൾ ശിവഭഗവാനെ ക്ഷണിച്ചതേ ഇല്ല അല്ലേ? ശിവഭഗവാന് സ്ഥാനം കൊടുക്കാതെയാണ് നടത്തിയത്. വൈഷ്ണവനായതുകൊണ്ട് ശിവനും ശിവന്റെ ഭക്തന്മാരോടും ഉള്ളിലൊരു വിദ്വേഷം, വെറുപ്പ്, അവരെ അംഗീകരിച്ചതേ ഇല്ല. അപ്പോൾ ദക്ഷ ചരിത്രത്തിലൂടെ നമ്മൾ കാണേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ, ഒരു ശക്തി, സനാതനധർമ്മത്തിൽ ഒരു ശക്തി, ഒരു പരമാത്മാവ് പല പല രൂപത്തിൽ പല പല നാമത്തിലും പ്രത്യക്ഷപ്പെടുന്നു. അപ്പം എല്ലാത്തിനും നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവും. ഒറ്റ ഒരു ഭഗവാൻ പല പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ആ ഭഗവാനാണ് എല്ലാത്തിലും ഇരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ആരെ വിദ്വേഷിക്കാൻ, ആരോടാണ് വെറുപ്പ് തോന്നുക? ആരെ തള്ളി പറയാൻ തോന്നും നമുക്ക്? പക്ഷെ ദക്ഷനത് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ദക്ഷചരിത്രത്തിൽ സതീദേവിയും കൂടി ചേർന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ദക്ഷചരിത്രം മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒത്തിരി സങ്കടമായിട്ട് തോന്നും അല്ലേ? നമുക്ക് ആ കഥയിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. പക്ഷെ പര്യവസാനം നല്ലൊരു രീതിയിൽ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ കഥയിലേക്ക് ആഴത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തത്വം പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ദക്ഷൻ്റെ പശ്ചാത്തലം ഇതാണ്. വൈഷ്ണവനായതുകൊണ്ട് വിഷ്ണു ഭഗവാനെ നന്നായിട്ട് പൂജിക്കുന്നു, നല്ല ഭക്തനാണ്, നല്ല പ്രജാപതിയാണ്, പ്രജാപതികളുടെ നേതാവായിട്ട് ബ്രഹ്മദേവൻ, ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ, ബ്രഹ്മദേവൻ നിയോഗിച്ചു. പ്രജാപരിപാലനം നല്ലോണം നടത്തി. ശിവൻ പോലും, ശിവഭഗവാൻ പോലും പല സ്ഥലങ്ങളിൽ ദക്ഷനെ പുകഴ്ത്തുന്നുണ്ട്. നന്നായിട്ട് പ്രജാപരിപാലനം നടത്തുന്നുണ്ട്. ആ കർത്തവ്യബോധം നമുക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ടല്ലോ അല്ലേ? ഒരു പക്ഷേ ശിവനെ കണ്ടുകൂടാ. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ശിവവിദ്വേഷി, ശിവഭക്തന്മാരെയും തൻ്റെ രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തു, തള്ളി പറഞ്ഞു എന്നും കൂടി പറയാം. പക്ഷെ എന്താവാം, ഈശ്വര ഇച്ഛ പ്രകാരം തൻ്റെ പുത്രി തന്നെ, സതീദേവി തന്നെ ശിവനെ ആഗ്രഹിച്ചു, വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം എന്തിനാണ് കഴിച്ചു കൊടുത്തത്? ബ്രഹ്മദേവൻ തൻ്റെ പിതാവ് നിർബന്ധിച്ചതുകൊണ്ട് കഴിച്ചു കൊടുത്തു. പിതാവ് ബ്രഹ്മദേവൻ എന്തുകൊണ്ടാണ് നിർബന്ധിച്ചത്? അങ്ങനെയെങ്കിലും ഇവൻ്റെ ഉള്ളിൽ ആ ശിവവിദ്വേഷം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പലപ്പോഴും പലരും ചെയ്യുമല്ലോ, തലതിരിഞ്ഞ് നടക്കുകയാണ് പുത്രൻ, ഇന്ന് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, കൂടുതൽ തലതിരിഞ്ഞ് പോകും അല്ലേ? അങ്ങനെ ഇരിക്കും നടക്കാം. പക്ഷെ അങ്ങനെയല്ലോ, ഇതും അതുപോലെ തന്നെ. പക്ഷേ കല്യാണം കഴിപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്ക് എന്തായി? ആ വിദ്വേഷം വെറുപ്പൊക്കെ കൂടുതലായി അല്ലേ? അത് സഹിക്കേണ്ടി വന്നു. ആർക്കാണ്? സതീദേവിക്കാണ്. അപ്പം സതീദേവിയുടെ ഉള്ളിൽ ഒരു താർക്കികൻ്റെ പുത്രിയാണ് സതീദേവി ഉള്ളിലല്ലേ? താർക്കികൻ ആരാണ്? ദക്ഷൻ താർക്കികനാണല്ലോ, സംശയബുദ്ധിയാണ് എല്ലാം നോക്കുന്നത്. ശിവൻ, പ്രത്യേകിച്ചും ശിവൻ സംബന്ധമായിട്ടുള്ള എന്തുണ്ടെങ്കിലും എല്ലാം ഉള്ളിൽ അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ ഉള്ളിൽ ഭാര്യയുടെ ഭാവമുണ്ട്. ആരുടെ ഭാര്യ? മംഗളസ്വരൂപനായ ശിവൻ്റെ ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് ഉള്ളിൽ രണ്ടും തലപൊക്കും. ചില സമയങ്ങളിൽ ദക്ഷൻ്റെ പുത്രി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ചില സമയങ്ങളിലോ ശിവൻ്റെ ഭാര്യ മംഗളസ്വരൂപിണി. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലില്ലേ രണ്ട് ഭാവങ്ങൾ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ അറിയുമ്പോൾ നല്ല
പക്ഷേ അഹങ്കാരത്തിൻ്റെ സൈഡ് വശമെടുക്കുമ്പോഴോ നമുക്കും കുറേ സംശയങ്ങൾ വരും അല്ലേ. ഭഗവാൻ ഉണ്ടോ, അങ്ങ് കേൾക്കുന്നുണ്ടോ എല്ലാം, ഞാൻ എന്തൊക്കെയോ പറയുന്നു വെറുതെക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നും കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നു, അങ്ങ് സർവജ്ഞനാണ് സർവ്വവ്യാപിയാണ്, പക്ഷെ അതൊന്നും അല്ലാന്ന് തോന്നുന്നു ഇല്ലേ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു താർക്കിക ബുദ്ധിയുണ്ട്, രണ്ട് വശങ്ങൾ. അപ്പോൾ ആർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ പല പല ടെസ്റ്റിങ്ങും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. അപ്പം ദക്ഷൻ എന്തൊക്കെ രീതിയിൽ ശിവനെ അപമാനിക്കാൻ നോക്കിയോ അപ്പോഴൊക്കെ ശിവൻ ശാന്തനായിരുന്നു. ഒരു യാഗം നടത്തി, അതിൽ നിന്നുമാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉദ്ഭവിക്കുന്നത്, തുടക്കമല്ലേ. ഒരു യാഗം നടത്തിയപ്പോഴത്തേക്കും അവിടെ പ്രവേശിച്ചപ്പോൾ, ദക്ഷൻ പ്രവേശിച്ചപ്പോൾ ബ്രഹ്മദേവനും ശിവനും മാത്രം എണീറ്റില്ല. അപ്പോൾ ദേഷ്യം വന്നു. ബ്രഹ്മദേവൻ സ്വന്തം അച്ഛനായതുകൊണ്ട് പ്രശ്നമില്ല. ശിവൻ എൻ്റെ ജാമാതാവല്ലേ, എന്നിട്ട് എണീറ്റില്ലല്ലോ, വിദ്വേഷവും കൂടി വന്നു. പിന്നീടോ ആ പര്യവസാനം ഏതിലാണ്? ഒരു വലിയൊരു യാഗം ആര് നടത്തി? ദക്ഷൻ തന്നെ നടത്തി. അതിൽ ശിവന് നൽകിയില്ല സ്ഥാനം. പക്ഷേ എല്ലാവരും ആ യാഗത്തിലേക്ക് വേണ്ടി പോവുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ദേവി ദേവന്മാരും ആ യാഗത്തിലേക്ക് വേണ്ടി പോവുകയാണ്, അവരുടെ വിമാനത്തിൽ കയറി പോവുകയാണ്. അപ്പോഴാണ് സതീദേവി കാണുന്നത്. സതീദേവിക്ക് ഉള്ളിൽ ആഗ്രഹം, തൻ്റെ അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാവരും കണ്ടിട്ട് കുറേ ദിവസമായല്ലോ, പോകണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഒതുക്കിയാണ്. ശിവൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ശിവൻ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് യാഗം നടത്തുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ശരിയല്ല എന്ന് പറഞ്ഞു. സതീദേവിയുടെ ഉള്ളിൽ താർക്കിക ബുദ്ധിയാണ് അപ്പം ഉടലെടുത്തത്. ശിവൻ്റെ ഭാര്യയായിട്ടല്ല, മംഗളസ്വരൂപിയായ ശിവൻ്റെ ഭാര്യയായിട്ടല്ല, ദക്ഷൻ്റെ പുത്രിയായിട്ട് ഉള്ളിൽ ഉത്തരം പറയാൻ തുടങ്ങി. എന്നിട്ട് തർക്കമുണ്ടായി അവരുടെ മധ്യത്തിൽ. ശിവൻ എന്നിട്ടും ദക്ഷനെ കുറ്റമൊന്നും പറയുന്നില്ല കേട്ടോ, പറയുന്നുണ്ട് വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് അവരുടെ ഉദ്ദേശം അറിഞ്ഞുകൊണ്ട് അറിയാതെ വിളിക്കാതിരുന്നെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ട് വിളിക്കാത്തതാണെങ്കിൽ അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അപമാനമായിരിക്കും നമ്മുടെ ഫലം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ജനിച്ചു. ആ ആഗ്രഹം തെറ്റായ ആഗ്രഹമാണ്. ആഗ്രഹത്തിൽ നിന്നും കാമാത് ക്രോധോഭിജായത്തെ, ക്രോധം ഉള്ളിൽ ജനിക്കുന്നു അല്ലേ. ക്രോധം വന്നു കഴിഞ്ഞാലോ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ. ആരോടാണ് സംസാരിക്കുന്നത്? എല്ലാം അറിയുന്ന മംഗളസ്വരൂപിയായ ആ ഭഗവാനോട്. എല്ലാം ഉള്ളിൽ അറിയാൻ സതീദേവിക്ക്. പക്ഷെ എന്നാലും ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, മറ്റേ സംസ്കാരം, ദാക്ഷായണി, ആ സംസ്കാരം ഉടലെടുത്തു. ശിവനെ ദഹിപ്പിക്കുന്ന പോലെ നോട്ടം നോക്കിയെന്നാണ് പറയുന്നത്. അതിൽ ഭാഗവതത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിയെന്നാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ അല്ലേ ഇത്. നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നല്ലവരോട് പോലും നമ്മളിങ്ങനെ കണ്ണുരുട്ടി കാണിക്കും അല്ലേ. അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് കണ്ണുരുട്ടി കാണിക്കണം. അതുപോലെ ദേവി അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനം ദേവി പോയി അല്ലേ. പക്ഷേ ശിവൻ പാവം ഒന്നും ചെയ്തില്ല. മാറുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നു. നന്ദികേശ്വരൻ അവരും കൂടെ പോയി സതീദേവിയുടെ യജ്ഞയാഗ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ആരും ഗവനിക്കുന്നില്ല. അമ്മയും സഹോദരിമാരൊക്കെ ഗവനിച്ചു, പക്ഷെ ദക്ഷൻ മൈൻഡേ ചെയ്തില്ല അല്ലേ. അവിടെ പോയി ശരിക്കും അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ സതീദേവിക്ക് ശരിക്കും മനസ്സിലായപ്പോഴത്തേക്കോ ആ താർക്കിക ബുദ്ധി ശമിച്ചു. പിന്നീടോ വീണ്ടും മംഗളസ്വരൂപനായ ശിവൻ്റെ ഭാര്യ അപ്പോഴാണ് ദേഷ്യപ്പെട്ടിട്ട് ദക്ഷൻ്റെ അടുത്ത് പറയാണ് കാര്യങ്ങൾ. എന്നിട്ട് പറയാണ്, നിങ്ങൾ പറയാണല്ലോ അമംഗളസ്വരൂപനായ ശിവൻ, എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അശുദ്ധിയുള്ള ശിവൻ എവിടെയാണ് താമസിക്കുന്നത്? ശ്മശാനത്തിൽ താമസിക്കുന്നു. ഒരു വൃത്തിയില്ല, ഒരു ആചാരാനുഷ്ഠാനങ്ങളില്ല, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശിവനെ അപമാനിച്ചു ദക്ഷൻ. പക്ഷേ അതേ ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ നേരെ തിരിച്ചും പറയാണ് ആര്? സതീദേവി പിന്നീട്. എന്നിട്ട് പറയാണ്, 2 അക്ഷരങ്ങൾ ശിവ, ആ 2 അക്ഷരങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ സകൃത് പ്രസംഗാത്, ഒരു പ്രാവശ്യം ഉച്ചരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള അശുദ്ധിയെല്ലാം പോകുന്നു. ആ ശിവനെ ശിവേതരഹ, ശിവൻ അല്ലാത്തവനായിട്ട്, അതായത് അമംഗളസ്വരൂപനായിട്ട് നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ബുദ്ധി എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ദേഷ്യപ്പെട്ട് പറയാണ്, ഇനി ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ദാക്ഷായണി എന്ന് പറഞ്ഞ് പേര് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുട്ടെരിഞ്ഞു പോകുമല്ലോ ഉള്ളിൽ കുറ്റബോധം കൊണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ത്യജിക്കുകയാണ്, ഈ ജീവൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് എന്താ നടന്നത് എല്ലാം അറിയാമല്ലേ. നല്ല രസകരമായ സംഭവങ്ങൾ. ആ യജ്ഞം തന്നെ നശിപ്പിച്ചു എന്ന് പറയാം. അപ്പം ശിവഗണങ്ങൾ കൂടി ചേർന്നിട്ട് യജ്ഞങ്ങളെ നശിപ്പിച്ചു. അപ്പുറത്തെ ഭാഗം ദക്ഷൻ്റെ ഭാഗത്തുനിന്നും
നമ്മുടെ ഭൃഗു മഹർഷിയൊക്കെ എന്തൊക്കെയോ ചെയ്തു. അവർ തമ്മിലൊക്കെ കുറേ നല്ല ഘോരയുമായ യുദ്ധമൊക്കെ ഉണ്ടായി. അവസാനം എന്താ, നാശനഷ്ടമാണല്ലേ. നാരദനാണല്ലോ നമ്മുടെ BBC ന്യൂസ്. നാരദൻ വന്നിട്ട് ശിവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞോ സതീദേവി ദേഹം ത്യജിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ശിവന് കോപം വന്നിട്ട് ജട്ടയിൽ നിന്നും വീരഭദ്രൻ വന്നിട്ട് യാഗത്തിൻ്റെ നാശത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കി. എങ്ങനെയാണ്? ദക്ഷൻ്റെ ശിരസ് എടുത്തിട്ട് ഹോമിച്ചു. അപ്പം അഹങ്കാരം നശിച്ചു. അഹങ്കാരം നശിച്ചുമ്പോഴേയും എന്തായി? ശുദ്ധമായി. അപ്പം എല്ലാവരും ശിവൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഈ യജ്ഞം ഒരു സമാപനം നല്ല രീതിയിൽ അവസാനിക്കണം. ദക്ഷൻ വേണമല്ലോ, പ്രജാപതികളുടെ രാജാവല്ലേ, അതുകൊണ്ട് അങ്ങ് ഒരു പരിഹാരം കണ്ടെത്തിയാലോ. എന്നിട്ടാണ് ആടിൻ്റെ തല കൊണ്ടുവയ്ക്കുന്നത് അല്ലേ. ആടിൻ്റെ തല എന്തുകൊണ്ടാണ് ആടിൻ്റെ തല? എപ്പോഴും ദക്ഷൻ എൻ്റെ ആള്, എൻ്റെ ഇത്, എൻ്റെ വിഷ്ണു, എൻ്റെ ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്ന് പറയുന്ന ആടിൻ്റെ തല തന്നെ വന്നു അല്ലേ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു ശ്ലോകം തന്നെ ഉണ്ട് സംസ്കൃതത്തിൽ. പൊതുവേ ജനങ്ങൾ അങ്ങനെയാണല്ലോ, എൻ്റെ ഇത്, എൻ്റെ ശരീരം, എൻ്റെ മുടി, എൻ്റെ മൂക്ക്, എൻ്റെ പുത്രൻ, എൻ്റെ ഇത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം കാലനാകുന്ന കുറുക്കൻ വന്നിട്ട് എല്ലാത്തിനും എടുത്തോണ്ട് പോകുമല്ലോ അല്ലേ. ഇല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റുമോ? അയ്യോ ഒന്നും എടുത്തോണ്ട് വരുന്നത് പ്ലീസ്, ഇതെൻ്റെയാണ്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ശരീരം പോലും ഉണ്ടാവില്ല, ശരീരത്തിന് ഒരു തുണി പോലും ഉണ്ടാവില്ല, എല്ലാം എടുത്തോണ്ട് പോകുമല്ലോ അല്ലേ. അപ്പോഴാണ് ആര് വേണ്ടത്? അപ്പം ഓർക്കണം, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ഒരേ ഒരാൾ. അതാണ് അജ്ഞാത സഖ. അപ്പോഴാണ് അജ്ഞാത സഖ എന്ന് നമുക്ക് ഓർമ്മ വരേണ്ടത്. ആരാണ് അജ്ഞാത സഖ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ്, ആത്മസ്വരൂപൻ, മോക്ഷസ്വരൂപനാണ് ഭഗവാൻ. ഈ 3 പുരുഷാർത്ഥങ്ങൾ നമ്മൾ കണ്ടു, ധർമ്മ അർത്ഥ കാമ പുരുഷാർത്ഥങ്ങൾ. ഇതിലൂടെ നേടിയെടുക്കേണ്ടത് ആരാണ്? മോക്ഷത്തിനെയാണ്. പക്ഷെ മോക്ഷം നേടിയെടുക്കേണ്ട, മോക്ഷം നമ്മുടെ തന്നെ സ്വരൂപമാണ്. ആ സ്വരൂപം നമ്മുടെ ഉള്ളിലെ ഭഗവാൻ സദാ സർവ്വനേരം വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മോക്ഷസ്വരൂപനായ ഭഗവാന് എങ്ങനെ നേടാം? എന്താണ് അതിൻ്റെ വിശദീകരണങ്ങൾ? അറിവിലൂടെയാണല്ലോ നേടിയെടുക്കല്ലോ. നമ്മൾ കണ്ടു ഭഗവാൻ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഭഗവാനെ ഉള്ളിൽ നിന്നുള്ള മറ മാറ്റി ഒന്ന് കാണണം. ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വരണം? അറിവ് വരണം. ആ അറിവിനെയാണ് അവസാനത്തെ നമ്മുടെ പ്രാചീന ബർഹിസിൻ്റെ കഥയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഇനി നിങ്ങളുടെ ഉറക്കം പോകാൻ വേണ്ടി ഒരു കുഞ്ഞ് എക്സസൈസാണ്, അവസാനത്തെ എക്സസൈസ്. നമ്മൾ ഇങ്ങനെ പറയില്ലേ, എന്ത് സ്വീറ്റാണ്, നിങ്ങളെ തന്നെ കാണിക്കും ഇങ്ങനെ, എന്ത് സ്വീറ്റാണ്. ഇനി തലതിരിഞ്ഞ് സ്വീറ്റ് കാണിക്കണം. എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിക്കണം, സ്വീറ്റ്. ഇനി ഈ കൈ വേണ്ടേ, ആദ്യം ഇങ്ങനെ നേരിട്ട് സ്വീറ്റ്. ഇങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ കിള്ളി കൊടുക്കില്ലേ, കുട്ടികളൊക്കെ ഇങ്ങനെ നുള്ളില്ലേ, സൂപ്പർ. ഇനി ഇങ്ങനെ തിരിഞ്ഞു വന്നതാ, സൂപ്പർ. ഈ തൊട്ടടുത്തിരിക്കുന്ന ആളെ 2 കവള് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അയ്യോ ഒരുപാട് കിള്ളരുത്, മെല്ലെ സോഫ്റ്റ് ആയിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും. എന്തോ പുരുഷാർത്ഥങ്ങളിൽ അവസാനം വരുന്ന പുരുഷാർത്ഥം മോക്ഷം എന്നാണല്ലോ. മോക്ഷം നേടിയെടുക്കേണ്ടതല്ല, നമ്മുടെ തന്നെ സ്വരൂപമാണ്. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തന്നെ സ്വരൂപം, ആത്മസ്വരൂപമായിട്ട് ഉള്ളിൽ ഉണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. എന്തോ ഒരു മറ ഉള്ളിലിങ്ങനെ. നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നൈവേദ്യം സമയത്ത് അവരെന്ത് ചെയ്യും? ഒരു കർട്ടൻ ഇടും അല്ലേ, ഒരു കർട്ടൻ. അപ്പോൾ ആ കർട്ടൻ ഇരിക്കുമ്പോൾ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും കർട്ടൻ ഒന്ന് മാറ്റുന്നു, അത്ര ശ്രമമൊന്നുമില്ലല്ലോ, വേറെ ഒരു കർട്ടൻ എടുത്ത് മാറ്റുന്നു. അപ്പം ഭഗവാനെ കണ്ടുവല്ലോ, സൂപ്പർ അല്ലേ. അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരു കർട്ടൻ ഉണ്ട്. ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജി പറയും,
നാരായണ ഈസ് വെയിൽഡ് ബൈ എ തിൻ കർട്ടൺ ഓഫ് തോട്ട്സ്. നാരായണൻ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഒരു ചെറിയൊരു അജ്ഞാനമാകുന്ന ചിന്ത, അജ്ഞാനമാകുന്ന വൃത്തി കൊണ്ട് ഭഗവാൻ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? ജ്ഞാനവൃത്തിയെ കൊണ്ടുവരണം, അറിവിനെ കൊണ്ടുവരണം. ഈ അറിവിനെയാണ് നമ്മുടെ പൃഥുവംശത്തിൽ വന്ന ഒരു രാജാവ് പ്രാചീന ബർഹിസ്, ആ പ്രാചീന ബർഹിസിന് നാരദ മഹർഷി ഉപദേശിച്ചത് ഈ അറിവിനെയാണ്. എന്താണ് ആ അറിവ്? പ്രാചീന ബർഹിസ് ആരായിരുന്നു? ഒരു രാജാവ്, നല്ല രാജാവാണ്, പക്ഷെ ഒരുപാട് യാഗങ്ങൾ ചെയ്യും. ആ യാഗത്തിൽ ഉപയോഗിച്ചിരുന്ന ദർഭപ്പുല്ല് അത് ഈ ഭൂമി മുഴുവന് വിരിച്ചിടാൻ പറ്റും, അത്രയും നിറയെ. അപ്പം ഈ ദർഭപ്പുല്ല് വിരിക്കുക കിഴക്ക് നോക്കിയാണല്ലോ, അതുകൊണ്ടാണ് ആ രാജാവിന് പ്രാചീന ബർഹിസ് എന്ന് പേര് വന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ 10 പുത്രന്മാരുണ്ടായി. പ്രചേതസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രചേതസുകൾ എന്തുകൊണ്ട് അങ്ങനെ പേര്? എല്ലാവർക്കും ഒരു പേരാണ്, 10 പേർക്ക് ഒരു പേര്. എന്തുകൊണ്ട്? അത്രയും സൂപ്പറാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത്ര കട്ട ഫ്രണ്ട്സാണ്. കുട്ടികൾ പറയുമ്പോൾ കട്ട ഫ്രണ്ട്സാണ്. ഞാൻ പിരിഞ്ഞു എന്ന് പറയാൻ ഇങ്ങനെ കാണിക്കുമല്ലേ, കട്ടീസ്, അത് തന്നെ കട്ടീസ്, ഇതാണ് ഈ കട്ട ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ടാണ് പ്രകർഷേണ ചേതസ് ഉള്ളവർ, നല്ല മനസ്സുള്ളവർ. ചേതസ് എന്ന് പറയുമ്പോൾ ശുദ്ധമായ തങ്കമായ മനസ്സുള്ളവരാണ് ചേതസ്സുകൾ, പ്രകർഷേണ ഉള്ള ചേതസ് ഉള്ളവർ. അതുകൊണ്ട് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് മറ്റെല്ലാവരും ചെയ്യുക. അതുകൊണ്ട് പ്രചേതസ് 1, പ്രചേതസ് 2, പ്രചേതസ് 3, അങ്ങനെയാണ് അവരുടെ പേര് വരിക. അപ്പം അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അതൊക്കെ ഭാഗവതത്തിൽ നല്ല രസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ അച്ഛൻ ഇങ്ങനെ യജ്ഞയാഗാദി കർമ്മങ്ങൾ, കർമ്മഠനായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ കർമ്മത്തിലൂടെ ഭഗവാനെ നേടിയെടുക്കാൻ സാധിക്കില്ല, അറിവിലൂടെ മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? അതും വലിയൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം കർമ്മം ചെയ്ത് വയസ്സൊക്കെ ആയി, എന്നിട്ട് ഒരു പരിപൂർണ തൃപ്തി ഉണ്ടായോ? ഇല്ല. ഇതിൻ്റെ പേട്ട ആലോചിച്ച് നോക്കുന്നുണ്ടോ? അതും ഇല്ല. പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് അനുഗ്രഹമൊക്കെ ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങുന്നത്, ഓ ഞാൻ ഇത്രയൊക്കെ കർമ്മം ചെയ്തു, യജ്ഞയാഗാദികൾ ചെയ്തു, അപ്പോൾ പുറത്ത് മുഴുവനും പുകയാണ്. ആ പുക പുറത്ത് മാത്രമല്ല എൻ്റെ ബുദ്ധിയിലുണ്ട്. കാരണം എൻ്റെ ബുദ്ധിയിലും പുകയാണ്. പുക വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഉള്ളിൽ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? ഇല്ലേ? പറയില്ല നമ്മൾ പുക കുഴഞ്ഞിരിക്കുകയാണ് ബുദ്ധിയാണ്. അപ്പോഴാണ് ആലോചിക്കുന്നത്, ഇത്രയും കർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടിയല്ലോ, എന്നിട്ട് എനിക്ക് സന്തോഷം ഉണ്ടായോ, തൃപ്തി ഉണ്ടായോ, പരമമായിട്ടുള്ള തൃപ്തി ഉണ്ടായോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉള്ളിൽ ഉദിക്കുന്നു. അപ്പോഴാണ് നാരദൻ വരുന്നത്. നാരദൻ ഇതിന് മുൻപഴും പല പ്രാവശ്യം ചെന്നിട്ട് ഉപദേശിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ കേട്ടില്ല. ആര്? നമ്മുടെ പ്രാചീന ബർഹിസ്. എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളും ഈ ആധ്യാത്മിക രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളും പലരോടും പറയും, ഇതാ വരും കേട്ടോ, ഈ നാരായണീയം കോഴ്സ് അറ്റൻഡ് ചെയ്യും, എന്ത് രസമാണ്, ആ പരമാനന്ദമാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലരുണ്ട്, വരില്ല. കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അവർ പറയും, ഷോ ഞാൻ നേരത്തെ വരണമായിരുന്നു, നിങ്ങൾ അന്നേ പറഞ്ഞുവല്ലോ, എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നത്. പക്ഷെ ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ ബുദ്ധി അങ്ങനെ ക്ലിയറായി വരുമ്പോഴത്തേക്ക് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാനുള്ളൊരു നമ്മുടെ ഉള്ളിലൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം സമയം വന്നപ്പോൾ പ്രാചീന ബർഹിസും നാരദൻ പറഞ്ഞു ഉപദേശം നന്നായിട്ട് ചെവി കൊണ്ടുവന്ന് പറയാം. എന്താണ് ഉപദേശിച്ചത്? നമ്മുടെ എല്ലാവരുടെയും ജീവൻ്റെ ഗതിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താണ് ഗതി? അതാണ് പുരഞ്ജന ഉപാഖ്യാനത്തിലൂടെ വർണ്ണിക്കുന്നത്. അതിന് ചുരുക്കത്തിൽ ഞാൻ പറയാം. എല്ലാവരും പുരഞ്ജനന്മാരാണ്. ഈ പുരം കാണുന്നില്ലേ, സുന്ദരമായ ശരീരം അല്ലേ? അത് ഒരു ദിവസം പോകുമല്ലോ അല്ലേ? ഈ ഓരോ പുരങ്ങൾ, ഇപ്പം ഈ ശരീരമാണ്, ഇനി അടുത്തത് ഏത് ശരീരം എന്നറിയില്ല. ചിലപ്പോൾ ഉറുമ്പിൻ്റെ ശരീരമായിരിക്കും, ചിലപ്പം മൃഗത്തിൻ്റെ, ചിലപ്പം പന്നി ശരീരം നമ്മൾ കണ്ടുവല്ലോ, നല്ല മജ അല്ലേ, കഴിച്ചുകൊണ്ടിരിക്കാം, ഒന്നും ചെയ്യണ്ട, ഖാവോ പിയോ മസാക്കരോ ഒരു കർമ്മവും ചെയ്യണ്ട, അങ്ങനെ ഇരിക്കാമല്ലോ അല്ലേ? അങ്ങനെ ഓരോ പുരത്തിനെ ജനിപ്പിക്കുന്നവൻ പുരഞ്ജനൻ എന്നാണ് അർത്ഥം. ഈ പുരഞ്ജനന് 9 ഓട്ടകളുണ്ടല്ലേ ഈ ശരീരത്തിൽ, 9 ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളിലൂടെയാണ് നമ്മളെല്ലാം ആസ്വദിക്കുന്നത്. എന്തൊക്കെയാണ് ദ്വാരങ്ങൾ? 9 ദ്വാരങ്ങൾ. കണ്ണ്, മൂക്ക് ദ്വാരങ്ങൾ, ഇതാ ചെവി, ഇവിടെ ഒരു വലിയൊരു ദ്വാരമുണ്ട്, അതാണ് ഏറ്റവും വലിയ ദ്വാരം എന്ന് പറയാം. പിന്നെ പൊക്കിൾ 2, മലദ്വാരം, മറ്റേ ദ്വാരം, ഇത്രയുണ്ടല്ലേ. അപ്പം ഇത്രയും ഈ അതാത് ആ ഇന്ദ്രിയങ്ങൾ അതാത് വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, ആ സുഖ സൗകര്യങ്ങളെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ഇപ്പോൾ പുരഞ്ജനന് ഒരു ഭാര്യയുണ്ട്. ആരാണത്? പുരഞ്ജനി, ബുദ്ധി. ഞാൻ കഥയും കഥയുടെ തത്വവും ചേർത്തിട്ട് പറയുകയാണ്, ചുരുക്കി പറയാൻ വേണ്ടിയിട്ട്. പുരഞ്ജനി നമ്മുടെ ബുദ്ധിയാണ്. ബുദ്ധിയായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ബുദ്ധി എന്ത് പറയുന്നു അത് തന്നെ നമ്മൾ ചെയ്യും. ബുദ്ധിയിൽ എന്തെങ്കിലും വൃത്തികൾ, ചിന്തകൾ വന്നു, ഞാൻ സുഖിയാണ്, അപ്പം നമ്മൾ സുഖിക്കുന്നു. ഞാൻ ദുഃഖിയാണ്, അപ്പം ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ കുഴപ്പത്തിലാണ്, ഞാൻ കുഴപ്പത്തിലാണ്. ആലോചിച്ച് നോക്കൂ, ബുദ്ധിയും ഞാനും തമ്മിൽ വ്യത്യസ്തമായ ഘടകങ്ങളാണ്. ഞാൻ ബുദ്ധിയല്ല, ബുദ്ധിയെ ഞാൻ കാണുന്നു. പക്ഷേ ഇപ്പം ആ താതാത്മ്യം കാരണം ഞാൻ ബുദ്ധിയായിട്ട് ഐക്യം പ്രാപിച്ചിരിക്കുന്നു. അതാണ് പുരഞ്ജനി. ഈ പുരഞ്ജനിക്ക് കഥയുടെ ആഴത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, ചുരുക്കി പറയാണ്, അതുകൊണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ അവർ സന്തോഷമായിട്ട് പോവുകയാണ്. ഈ 9 ദ്വാരത്തിലൂടെയും പുറത്തു പോയിട്ട് അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ണിലൂടെ കാഴ്ചയാകുന്ന ആ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ചെവിയിലൂടെ കേൾക്കലാകുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് ഈ പുരഞ്ജനി ഇല്ലാതെയും ഈ പുരഞ്ജനൻ നായാട്ടിന് പോകും. അപ്പോൾ ആ നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പുരഞ്ജനിയെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നതായിട്ടായിരിക്കും കാണുക. അത് ഏതവസ്ഥയായിരിക്കും? നമ്മുടെ സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥയിൽ ബുദ്ധിയില്ല. ബുദ്ധിയുണ്ടോ? അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നമുക്ക് എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു. ഇതെന്താ ഇങ്ങനെ വന്ന്, അയ്യേ ഒരു ആനയെ ഞാൻ കണ്ടു, മിനി സ്കർട്ട് ഇട്ട് നല്ല ഹൈ ഹീൽ ചപ്പലിട്ടുള്ള ആന സ്വപ്നത്തിൽ. നേരിട്ട് നമ്മൾ കാണുമോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ട്? ബുദ്ധി അവിടെ ഇല്ല, ബുദ്ധി മറഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതാണ് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ. അങ്ങനെ അവർ സുന്ദരമായിട്ട് കാലം കഴിച്ചു പോയി. കുറേ കഴിഞ്ഞു. അപ്പോഴത്തേക്കും എന്തു വന്നു? ഞാൻ ആ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യം, വയസ്സായി, ഓരോന്നും ഓഫാവാൻ തുടങ്ങും. പല്ല് ഓഫായി, മുടി ഓഫായി തുടങ്ങി, നടു ഓഫായി, മുട്ട ഓഫായി, എല്ലാം ഓഫായി, മെല്ലെ മെല്ലെ എല്ലാം ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നീടോ ജരാനരകൾ ബാധിക്കുന്നു, അസുഖം ബാധിക്കുന്നു, എല്ലാം യുദ്ധമാണല്ലേ, അസുഖവും നമ്മളായിട്ടുള്ള യുദ്ധം. അത് കഴിഞ്ഞിട്ടോ അവസാനം ഡിം, പിന്നീട് വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിലും ഇതേ പ്രക്രിയ തന്നെയാണ്. പിന്നെ അവസാനം ഡിം, എന്നിട്ട് വീണ്ടും പോകുന്നു അല്ലേ. അങ്ങനെ ജനിച്ച് പോകുന്നു. പക്ഷേ നമുക്ക് ശരിക്കും നമ്മുടെ സുഹൃത്തായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഇതിൽ സെഷനിൽ പറഞ്ഞുവല്ലോ, നമ്മളെ വിട്ട് പിരിയാതെ നമ്മുടെ തന്നെ സ്വരൂപമായിരിക്കുന്ന അജ്ഞാതമായ സഖാവ്. ഇപ്പം എങ്ങനെയാണോ രാധ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഓർമ്മ വരുന്നത്, ശിവൻ എന്ന് പറയുമ്പോൾ പാർവതി ഓർമ്മ വരുന്നത്, രാമ എന്ന് പറയുമ്പോൾ സീത ഓർമ്മ വരുന്നത്, അതേപോലെ നമ്മുടെ ആ ഭഗവാൻ അജ്ഞാതമായിട്ടുള്ള സഖാവ് ഉള്ളിലുണ്ട്. ആ സഖാവ് പുറത്ത് വന്നിട്ട് ഗുരുരൂപേണ വന്നിട്ട് നമ്മളോട് പറയും. നമ്മളോട് എന്താ പറയുക? നമ്മുടെ ബുദ്ധിയാണ് അഭിസംബോധന ചെയ്യുന്നത്. ബുദ്ധി അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത് എന്താണ്? നീ ജനിച്ചിട്ടുമില്ല, നീ മരിച്ചിട്ടുമില്ല, ഇവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, എല്ലാം എൻ്റെ ഒരു മായ കാരണം ഇത് സംഭവിച്ചതാണ്, നീ ഞാനും ഒന്നാണ് എന്ന് പറയുമ്പോൾ അപ്പം അവിടെ ബുദ്ധിയിലുള്ള മറ മാറുമ്പോൾ ബുദ്ധി ഇല്ലാതാകും. ബുദ്ധി ഇല്ലാതാകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഒന്നേ ഉള്ളൂ. അതായത് ഉപദേശിക്കാൻ വന്ന ആചാര്യനും ആത്മസ്വരൂപവും ഒന്നായി തീർന്നു. വ്യക്തമായി ആർക്ക്? പ്രാചീന ബർഹിസിന് നാരദൻ പറഞ്ഞ കഥ വ്യക്തമായി. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാം ത്യജിച്ചിട്ട് രാജ്യവും ഉപേക്ഷിച്ച് പോയി തപസ്സിന് പോയി തപസ് അനുഷ്ഠിച്ച് എന്ത് ചെയ്തു? ആത്മസാക്ഷാത്കാരം, അതായത് ഉള്ളിലുള്ള ഭഗവാനെ നേടി എന്ന് തന്നെ പറയാം. ഇതാണ് മോക്ഷ പുരുഷാർത്ഥത്തിനെ സൂചിപ്പിക്കുന്ന ഈ ഒരു കഥ. അപ്പം അത്രയും ലളിതമാണ്. നേരത്തെ തന്നെ നമുക്ക് കിട്ടിയ പ്രാപ്തമായ വസ്തുവാണ് എന്ത്? നമ്മുടെ തന്നെ സ്വരൂപം. പക്ഷെ ശ്രദ്ധ മാത്രം ഉള്ളിലേക്കൊന്ന് തിരിയണം. ആ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടി മാത്രമാണ് ഭാഗവതത്തിൽ ഇത്രയും കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. കഥകളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ ആ രൂപത്തിൽ കൊണ്ടുവരുന്നു. ഭഗവാന്റെ കഥകളിൽ, ലീലകളിൽ, ഗുണങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഏകാഗ്രമായ മനസ്സിന് അപ്പം ഒന്ന് ഉള്ളിലേക്ക് തിരിച്ചു വിടും. ഉള്ളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്വരൂപത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരമാനന്ദം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ